she wants to say is I could love a man like. നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം നമ്മെ പഠിപ്പിച്ച അധ്യാപകൻ വഴിയിൽ വെച്ച് നമ്മെ കണ്ടുമുട്ടുകയാണെന്ന് വിചാരിക്കുക. പഴയകാല അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ ശ്രദ്ധയോടെ മുഖത്തെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഓർമ്മകളെയും മുഖത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ടീച്ചർ പറയുന്നൊരു വാചകമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടീച്ചർ വിളിക്കുന്നൊരു പേരുണ്ടായിരിക്കും. ആ പേര് നമ്മുടെ മുഴുവൻ പേരായിരിക്കും. ഹാജർ പുസ്തകത്തിൽ എഴുതി ചേർത്ത ഇനീഷ്യൽ ചേർത്തുള്ള ആ പേര്. അപൂർവം ചിലർ മാത്രമേ നമ്മുടെ മുഴുവൻ പേര് വിളിക്കുകയുള്ളൂ. അക്കൂട്ടത്തിൽ ഒരു കൂട്ടരാണ് നമ്മെ പഠിപ്പിച്ച അധ്യാപകർ. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ പ്രഭാതത്തിലെ അവരുടെ ജോലി ആരംഭിക്കുന്നത് നമ്മെ മുഴുവൻ പേര് വിളിച്ചുകൊണ്ടാണ്. നമ്മളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. വന്നില്ല എങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് കാരണം തിരക്കിക്കൊണ്ടാണ്. പലപ്പോഴും പഠിപ്പിച്ച അധ്യാപകരെ ജീവിതത്തിൻ്റെ യാത്രയിൽ എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നമ്മുടെ ഓർമ്മ പുതുക്കാറുണ്ട്. ഓർമ്മ പുതുക്കുമ്പോൾ പഴയകാല അനുഭവങ്ങളൊക്കെ നമ്മൾ പറയും. ടീച്ചറിൻ്റെ ഒരുപക്ഷെ ടീച്ചർ പഠിപ്പിച്ച പാഠഭാഗങ്ങളെക്കുറിച്ചായിരിക്കില്ല, ഉള്ളുതൊട്ട അനുഭവങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ചില ടീച്ചറെ കാണുമ്പോൾ പറയും, ടീച്ചറെ ഒരിക്കലും ഞാൻ മറക്കില്ല, കാരണം എൻ്റെ നോട്ട് ബുക്ക് തീർന്നപ്പോൾ നോട്ട് ബുക്ക് വാങ്ങിത്തന്ന ടീച്ചറാണ്. ടീച്ചറെ മറക്കില്ല. 2ാം ക്ലാസ്സിൽ വെച്ച് ടീച്ചറുടെ മടിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, കൊള്ളാം മോനെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറാണ് എന്നെ ആദ്യമായി പാട്ട് പഠിപ്പിച്ചത്. ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് കഥ പറയിപ്പിച്ചത്. ടീച്ചറാണ് എന്നെ അക്ഷരം പഠിപ്പിച്ചത്. ഇങ്ങനെ ഒരുപാട് ജീവിതത്തെ തൊട്ട അനുഭവങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ പറയുവാനുണ്ടാവുക. ഓരോ അധ്യാപകരും ഹൃദയത്തെ തൊടുന്ന അധ്യാപകരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കുട്ടികളും അവരുടെ ഡയറി എഴുതുമ്പോൾ, അല്ലെങ്കിൽ വിദ്യാലയ അനുഭവങ്ങളെ ഓർത്തെടുക്കുമ്പോൾ ഏറ്റവും മികച്ച അധ്യാപകരായി മാറുവാൻ നമുക്ക് സാധിക്കും. ഓരോ അധ്യാപകനും പഠിപ്പിക്കുന്നത് തിരിച്ചറിവിൻ്റെ പാഠങ്ങളാകട്ടെ, ജീവിതത്തിൻ്റെ നന്മ പാഠങ്ങളാകട്ടെ, ഉള്ളു തൊടുന്ന അധ്യാപകരായി മാറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിൽ യാത്ര തുടരുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ തിരിച്ചറിവിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന അധ്യാപകരായി മാറുവാൻ ശ്രമിക്കാം. ഇന്ന് ലോക അധ്യാപക ദിനമാണ്, ഒക്ടോബർ 5. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ശുഭദിനം.